ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി കൂവപ്പൊടിയും ക്യാരറ്റ് ജ്യൂസും ചേർത്തുകൊണ്ടൊരു ഹൽവയാണ്. ആവശ്യത്തിനുള്ള ക്യാരറ്റ് നമുക്ക് ആദ്യം എടുക്കാം. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം മിക്സിയിലിട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് ജ്യൂസ് തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജ്യൂസെല്ലാം തയ്യാറാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 50 ഗ്രാം നെയ്യാണ്. പിന്നെ നമുക്ക് ഹൽവയിൽ ഇടാൻ വേണ്ടിയിട്ട് വെള്ളരിയുടെ സീഡ്സാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. തയ്യാറാക്കിയ ജ്യൂസെല്ലാം നമുക്ക് മറ്റൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെനിക്കൊരു വലിയ ഗ്ലാസ് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 4 വലിയ സ്പൂൺ കൂവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ട കെട്ടാതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കൈ വിടാതെ തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കൈ വിട്ട് കഴിഞ്ഞാൽ അവിടെ കട്ട കെട്ടുന്നതാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവ റെസിപ്പിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അലിയുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കുന്നില്ല. ക്യാരറ്റിൻ്റെ കളർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നത് പകുതി നെയ്യാണ്. അതുകൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഹൽവയൊക്കെ നല്ല കറക്റ്റ് പരുവത്തിന് വന്ന് ചേർന്നിട്ടുണ്ട്. പാത്രത്തിൻ്റെ അരികിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബാക്കി നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഈ ഹൽവയ്ക്ക് കാഷ്യൂ നട്ട്സിന് പകരമായിട്ട് ചേർക്കുന്നത് വെള്ളരി സീഡ്സാണ്. അതും ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നതാണ്. നമുക്കിനി അതുകൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഹൽവയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണിത്. നമുക്ക് കുറച്ച് സമയമെടുക്കും ചെയ്തെടുക്കാനായിട്ട്. എന്നാലും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഇനി നമുക്കതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസും കൂവപ്പൊടിയും ചേർത്തുകൊണ്ടുള്ള ഹൽവയൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.